ചേട്ടാ ഇവിടെ ഉണ്ടാകുന്നു ഹോറീസ് അപ്പുറത്ത് വണ്ടിയിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്, വണ്ടി കുലുങ്ങാണ്. അപ്പോഴാണ് ഈ പൊട്ടിത്തെറിയുടെ ആഘാതം വന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ 3 പേരെ കൊണ്ടുപോയി ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കൂടുതലാണ്, റിപ്പോർട്ട് ചെയ്യുക. അത്രയ്ക്കും വലിയ ചൂടാണ്. ശരിക്കും നമുക്ക് തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ ചൂടാണ്. ആ ചൂടാണ് ഇതിന്റെ ആ സംഭവം ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടെ ഒരു അവസ്ഥ? എന്തായിരുന്നു ചേട്ടാ? ഈ കുറച്ചപ്പുറത്താണ് നമ്മുടെ ഒരു കൃഷി സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണായിരുന്നു. വണ്ടി അടക്കം കുലുങ്ങണ, വണ്ടി ശരിക്കും കുലുങ്ങാണ്. ഒരു ഫോർച്യൂണർ വണ്ടി കുലുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഭയാനകം ഉണ്ടാവുമെന്ന് അറിയാലോ. അത്ര വലിയ ശബ്ദത്തിൽ. അത് ഇന്ന് പൊതുവെ ഭയങ്കര ചൂടായിരുന്നു. അതെ, ചൂട് ഒരു പ്രധാന പ്രശ്നമായി കണക്കാക്കുന്നു. അതും ഒരു ചേട്ടാ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടിട്ട് വരുന്നതാണ്. ഇതുപോലെ വലിയൊരു കോളം. അപ്പൊ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് ഭയങ്കര മുഴക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ചാടാൻ നോക്കി. ചാടി കഴിഞ്ഞപ്പോ എന്താ വന്ന് വീഴുകയെന്നറിയില്ലോ. ഭൂകമ്പമുള്ള പോലെ തോന്നി ആദ്യമേ തന്നെ. അതല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഒപ്പം നിന്ന് ആംബുലൻസ് മാറ്റാനും അതിനൊക്കെ വിളിച്ച് നിന്നു. ഇപ്പോഴും എത്ര പേരെ കൊണ്ടുപോയി വല്ല പിടിയുണ്ടോ? 7 കൊണ്ടുപോയതാ. പിന്നെ അതിന് മുന്നേ 2 ആംബുലൻസിൽ വേറെ പോയിട്ടുണ്ട്, ഫസ്റ്റ് പോയിന്റ്. അതായത് കുറെ ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതിന്റെ കൃത്യമായ ഒരു കണക്കുകൾ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ, അതായത് ഇപ്പോഴും ഇവിടെ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പൊട്ടി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് അധികൃതർക്കും അങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെന്ന് പോവുക, അല്ലെങ്കിൽ അവിടെ പോയി ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും വലിയ ഒരു അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചും റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് ഉള്ളത്. ചേട്ടാ ഇവിടുത്തെ ആളാണോ? ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, സൗണ്ട് കേട്ടപ്പോ എനിക്ക് വന്നതാണ്. വീടിനകത്തായിരുന്നു ആ സമയത്ത്? വീടിനകത്തായിരുന്നു. സതീശേട്ടൻ്റെ സതീഷ്, അത് നമ്മുടെ ഒരു പെണ്ണുള്ള. നിങ്ങൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അമ്പലത്തിനപ്പുറത്ത്. ആ സൗണ്ട് കേട്ടപ്പോ ചാടി എനിക്ക് ഉറക്കാൻ. ഇതിപ്പോ ആ ഒരു സമയത്ത് ചേട്ടാ നിങ്ങളുണ്ടായിരുന്നോ? ചേട്ടാ ഞാൻ ഒന്നും പറയില്ല, അത് വലിയൊരു അപകടം നടന്നിരിക്കില്ല. പിന്നെ പറയാം, ഇതിലിപ്പം എത്ര പേരെ കൊണ്ടുപോയി, അങ്ങനെ എന്തെങ്കിലും ആരെയും പോയിട്ടുണ്ട്? ഒരാളെ കാലവിടെ എടുക്കണം. ഇപ്പൊ പറയില്ല ഒന്നും, കാരണം ഒരു അപകടം നടന്നിരിക്കും. തീർച്ചയായും ഞങ്ങളും കുറച്ച് നേരത്തെ ഇവിടെ വന്നു പോയുള്ളൂ. ഞാനും ഇവിടെ വന്നു പോയുള്ളൂ. ഞാൻ ആ വന്ന സമയത്തൊക്കെ തന്നെ, അതെ, ആ വന്ന സമയത്ത്, രാവിലെ വന്ന സമയത്ത് ഇവിടെയൊക്കെ തന്നെ ഓരോ വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുമുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെ നിരവധി മരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ മരങ്ങളൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. അതൊക്കെ തന്നെ കത്തി അമർന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ഭീകരമായൊരു അന്തരീക്ഷമാണ് നിലവിൽ ഈ ഒരു സ്ഥലത്ത് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ നിന്നും ഉള്ളിൽ നിന്ന് അവിടെ പരിക്ക് പറ്റി കിടക്കുന്നവരെ പോലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങോട്ടേക്ക് കടക്കാൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് കടക്കുക എന്ന് പറയുന്നത് കടക്കുന്നവരുടെ ജീവന് പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വലിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്.